കണ്ണാ ഒരു 25,000 രൂപ കിട്ടൂടാ. ഇല്ല ചാനെ, മാസം അവസാനം പെട്ടിരിക്കും. മെല്ലിനെ ഒരു 25,000 രൂപ മറിക്കാനുണ്ടാവൂടാ. ഇന്നലെ ആദ്യം നോക്കാമല്ലോ. കാശൊന്നുമില്ല, എനിക്ക് കഥ വേണം, നീ നോക്കിക്കോ. എന്നാ അമ്മാവനൊന്ന് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാവോ? അവിടെ മിനിമോളും ജോലി ചേച്ചി മാത്രമേ ഉള്ളൂ. അയ്യോടാ, നാളെ രാവിലെ ചാണകയുടെ ആള് വരുമോ? നീ ഇതാ പറഞ്ഞേ. നാളെ ഹർത്താലാ? മിക്കവാറും. ചായണോ? നീ കാര്യം പറയടാ. എടാ കുറച്ച് കാശ് പറിക്കാൻ പറ്റൂടാ. ആടാ, ഇവിടെ ഇരിപ്പണ്ടാ. അടിച്ചു കൂട്ടി വെച്ചേക്കോ. പൈസ ഉണങ്ങിയില്ല. സാറിന് എത്ര വർഷത്തിനാ? കളിയാക്കാടാ, അമ്മ ഹോസ്പിറ്റലാടാ. ഞാനെന്നാ വേണം? ഒരു ചായ കുടിച്ചാലോ? ഒരു ചായ കുടിക്കാതെ വേണ്ടെന്നല്ലേ പറഞ്ഞേ? വേണമെന്ന് ഞാൻ പറയുന്നത്. ശരിക്കും ബോസിന് ഇപ്പൊ ഒരു ചായ കുടിച്ചാൽ കൊള്ളാതില്ലേ? കണ്ടോ കണ്ടോ മുഖം നൽകി. ബാ ബോസേ. ശരിയാക്കില്ല. ഇത് കേട്ടെ, ബോസ് ചായ കുടിച്ചോ? ഇപ്പൊ വിശ്വാസമായ? വേണ്ട വേണ്ടാന്നേ. അതിരിക്കട്ടെ. അഡിയോസ് അമീഗോ. എന്നാന്ന്? അവകാണെന്ന്. അബുജായ് അബുജായ് ഹാപ്പി അല്ലേ? രണ്ടാൾ കൂടെ നാട്ടുകൂടെ തിരുവനന്തപുരം RCC. ഒരു കുഴപ്പമുണ്ടല്ലോ കേട്ടോ. സന്തോഷമായിട്ടിരിക്കും. ടിക്കറ്റൊക്കെ ഞാൻ എടുത്തോളാം. രണ്ടാളും ചിരിച്ചേ ചിരിച്ചേ. പറ്റുമെങ്കിൽ നീ ആ പൈസ 10 KMS കൊടുത്തയക്കാവടാ. ഞാൻ കട്ടപ്പന സ്റ്റാൻഡിൽ നിന്ന് മേടിപ്പിച്ചോളാം. എനിക്ക് അത്ര കഴിയൊന്നുമില്ല. എന്റെ അമ്മയല്ലോ, എന്റെ അമ്മേനെ അത്രയില്ലേ. എടാ എന്റെ അവസ്ഥ ഇതായതുകൊണ്ടാണ്. എന്താ അവസ്ഥ? അവൻ നിന്റെ കൂടെ വന്നതാ? അല്ല അതെ, അവന് വല്ല കംഫർട്ട് കുറവുണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റി എന്നിട്ട് കഴിക്കാനോ കുടിക്കാനോ വല്ല കൊടുക്കാം. പുള്ളിനെ മാറ്റി പറ്റില്ല. പുള്ളിനെ ഇന്നലെ അടിച്ച സ്പ്രേ ഉണ്ടാവും തരാൻ. കൊണ്ടല്ലോ ബോസ്. ബോസ് ഇമോഷൻ തന്നെയാണ് ഇടണത്. ഒന്ന് മാറി. ഞാൻ ഇന്നലെ ബോസിനുണ്ട് വാങ്ങിച്ചു. പിന്നെ ചുമ്മാ സത്യം ബോസിന് കൂടി. ഞാൻ നോക്കിയിട്ട് എന്തൊരു അടിപൊളി ജീവിതം നിങ്ങളുടേതെന്നറിയും. പക്ഷെ അത് നിങ്ങളും കൂടെ മനസ്സിലാക്കി ജീവിക്കണം കേട്ടോ. പെങ്ങൾ കൂട്ടി വിളിച്ചായിരുന്നു. അക്കൗണ്ടിലേക്ക് ഒരു 50,000 രൂപ വന്നു. ആണോ?